നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. സുന്ദരിയോടു തനയനായി മേ വീടിനോര് ഇന്ദിരാവല്ലഭനോടും മരുവിനാർ. അങ്ങനെ 4-5 നാൾ കഴിഞ്ഞാരകം തിങ്ങി വളർന്നോരു സന്തോഷവാരിയിൽ മുങ്ങി മയങ്ങി തളർന്നു യശോദതാന്. അങ്ങനെയുള്ള മുകുന്ദനാം ഉണ്ണിയെ തന്മടി തന്നിൽ വച്ച് ആദരപൂർവകം ചെമ്മീ മുലയും കൊടുത്തിരിക്കും വിധൗ കൽമശനാശിനിയാം അവളെ എൻ മകൻ നിർമ്മലനെന്നു തേറിച്ചിരിച്ചിടിനാൾ. അപ്പോഴുതമ്പുജ മന്ദിര വല്ലഭൻ ഉൽപ്പലനേത്രനും ആരാധിതൻ ഭക്തപ്രിയൻ പരമേശ്വരനച്യുതൻ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ ശക്തിധരാ അഗ്രജാമാതുലൻ അവ്യയൻ നിഷ്കളങ്കൻ നിരാതങ്കൻ നിരൂപമൻ നിഷ്കളൻ നിഷ്ക്രിയൻ നിത്യൻ നിരഞ്ജനൻ നിർമ്മലൻ നിർമ്മമൻ ജന്മനാശാപകൻ സന്മയൻ ചിന്മയൻ ശാന്തൻ ദയാപരൻ ബ്രഹ്മാത്മകൻ വിരിഞ്ചാതി വിരർച്ചിതൻ ജിഗ്മകനായകശായി പരൻ പുമാന് കർമ്മണ ആധാരരൂപീ ഗുണാത്മകൻ ജന്മിനാമാരോ ഉയിരായ ജഗന്മയൻ ധർമ്മേണ വിശ്വരക്ഷാർത്ഥം വസുദേവൻ തന്മകനായ വൃജംബൂക്കു നന്ദാത്മജൻ സമ്മോദമുൾക്കലർന്ന് അമ്മ തന്നാശയായി ഉന്മിഷിക്കും മൃദുരമ്യാകാസാവയ കോട്ടുവായിട്ടു തന്നുൾത്താരിലമ്മാറു കാട്ടിക്കൊടുത്തും സമസ്ത ലോകവുങ്ങളും കണ്ടാളവൾ ധരാചക്രവും മേരുവും കുണ്ടതയെന്നിയേമേവും ഗിരികളും സന്തതമുള്ള വനങ്ങൾ നദികളും അന്തർമുദ ജലരാശികൾ പുരവും ദീപങ്ങൾ മര്യാദാശൈല നദികളും ദീപാന്തരങ്ങളും ചക്രവാളാദ്രിയും പാതാളവും ജഗൽക്കന്ദ നിലകളും വേതാളപോത പിശാചാദിയാനവും മാനുഷദേവതിര്യാജാതികളെയും നാനാചരാചരാദികൾ തമ്മേയും ദേവേന്ദ്രൻ വന്യധർമാതി ദിക്പാലക ദേവതമാരെയും ആശാന്തരങ്ങളും നാഗലോകത്തെയും നാഗികൾ തമ്മേയും ആകാശചക്രഗതികൾ ഭേദങ്ങളും ജ്യോതിസ്വരൂപങ്ങളും താരകങ്ങളും ആദിത്യചന്ദ്ര ഗ്രഹാദികൾ തമ്മേയും കണ്ടു വിറച്ചുടൻ കോൾ മയർക്കൊണ്ടുതൻ
കണ്ണുകൾ രണ്ടും അടച്ചവൾ. കൊണ്ടൽ നേർവർണ്ണനാം എൻ മകനീശ്വരൻ തണ്ടലർമാനിനി വല്ലവനെന്നകത്തണ്ടിൽ ഉറച്ചതും സംഭ്രമം കൊണ്ടേഴും കുണ്ടത കൊണ്ടു മറച്ചിതുമായയും സന്തതം എൻ മകനൊന്നൊഴിഞ്ഞില്ലോരു ചിന്തയും അങ്ങവൾക്കിങ്ങനെ നിത്യവും. ചെന്താമരാക്ഷനാം പുത്രനെ കണ്ടു കണ്ട് അന്തർമുദ വസിക്കുന്നാളൊരു ദിനം പണ്ടേ യദുകുലാചാര്യനായുള്ളവനുണ്ടല്ലോ ഗർഗമുനീന്ദ്രൻ. അവനോട് കണ്ടു പറഞ്ഞു വസുദേവർ താനയ ചിണ്ടലൊഴിഞ്ഞു വിളങ്ങും മുനീശ്വരൻ. താനങ്ങു നന്ദഗോപാലയം പൂക്കളവാനായർക്കോൻ അവനെ കണ്ടു സാദരം വേഗേന ചെന്നങ്ങുടൻ എതിരേറ്റുകൊണ്ട് ആഗമിച്ചാലയം പൂക്കും സവിദ്രുതം ഭദ്രപീഠോപരി വച്ചു പാദാംബുജം ഭദ്രാത്മന കഴുകിപ്പിച്ചു തജ്ജലം മൗലൗധരിച്ച് ആർദ്രദേഹനായി വീണുടൻ കാലിണയിങ്കൽ നമസ്കരിച്ചിടിനാൻ. മാധവബുദ്ധ്യ പുനരെഴുന്നേറ്റതി പ്രീതനായി മാമുനിയെ തൊഴുതിങ്ങനെ ചൊല്ലിനാനല്ലലിൽ വീണ് ഉഴലും മമ നല്ലതുമേന്മേൽ വരുത്തുവാനായി മുത കല്യാണവാരുതിയ ഭവാനിങ് എഴുന്നള്ളിയ മൂലം പവിത്രനായേനകം. ഇങ്ങനെയുള്ള ദിവ്യാത്മാക്കളാകിയ നിങ്ങൾ ചിലർ തെളിവോടെഴുന്നള്ളിയാൽ പിന്നെ ഇവിടെയുള്ള ആപത്തുകളൊഴിഞ്ഞ് അന്യകം നല്ലതു വന്നുകൂടും ദൃഢം. നിത്യം അത്യന്ത ശരണാഗതനായ ഭൃത്യനും മുഖ്യം യതുത്തമനാന്തവ ശിഷ്യനും ചെറ്റോരു ഭേദമില്ലെന്നതങ്ങ് ഉൾത്താരിലമ്മാർ അനുഗ്രഹിക്കണമേ. നിഗ്രഹാനുഗ്രഹശക്തരാം ബ്രാഹ്മണ മുഖ്യരത്രേ സർവവർണികൾക്കാശ്രയം നിശ്ചയം ഈശ്വരൻ താനും അവർക്കേ ഇച്ഛാനുസാരിയായി നിൽക്കുന്നതും സന്തതം. സത്യപ്രതിജ്ഞനാകും ഭവാനെന്നാകിലോ ഉത്തമനായ സർവജ്ഞൻ എന്നാകയാൽ ചിത്തേ കഴിഞ്ഞതും മേലിൽ വരുന്നതും വർത്തമാനങ്ങളുമൊക്കെ നിരന്തരം കണ്ടു തെളിഞ്ഞിരിക്കും വിഭോ. കേവലമുണ്ട് മുഹൂർത്തമടുത്തെങ്കിൽ നമ്മുടെ ബാലകന്മാർക്കിരുവർക്കും അഴകോടുകാലം കളയാതെ നാമകരണങ്ങൾ ചെയ്തരുളേണം. വിശേഷിച്ച് അവരുടെ ജാതകവും വിചാരിച്ച് അരുൾ ചെയ്യണം. മോദം കലർന്നീ വണ്ണം പശുപാതിവ ആദരപൂർവം വിനീതനായത്രേയം ഭക്ത്യാ തൊഴുതുണർത്തിച്ചതു കേട്ട് തതൃക്താത്രരവിന്ദ മാലോക്യമന്ദസ്മിതം കൃത്യ വസുദേവർ തന്മനസംഗതി മത്വാമറച്ചരുൾ ചെയ്തിതു ഗർവനും നന്നു നന്നിന്നു നീ ചൊന്നതോ ഉചിതമീതെന്ന് ഉള്ളിലും മടിയില്ലതിനേതുമേ. നിന്നുടെ വാഞ്ചിതമേവമനുസരിക്കുന്നു വന്നാലതിനുണ്ടോരു ദണ്ഡവും ചെമ്മേ പുനരുന്തെന്നു തെളിവിനോട്
ഉണ്മ തന്നെ പറഞ്ഞിടുവൻ കേൾക്ക നീ. ഞാനീ ചെറിയവനെന്നു കുതൂഹലാൽ നൂനം ഉടൻ അഭിധാനം വിളിക്കിലോ. മനസേ ഹംസനു സംശയമായി വരും ആനകദുന്ദുഭീ ദേവകീ പുത്രനെ താനിങ്ങുടൻ കടത്തിയിടനാനെന്ന് അഭിമാനി തനിക്കുള്ളിലുണ്ടല്ലോ മുന്നമേ. ശങ്ക സഹോദരി പെറ്റതെട്ടാമതും പെൺകിടാവായതും അന്നശരീരി താൻ ചൊന്നത് അസത്യമാവാനും നിമിത്തമില്ല എന്നുള്ള ചാഞ്ചല്യമുൾ കലർന്നങ്ങവൻ തന്നെ വൃത്തഗണത്തെ എങ്ങും നടന്ന് അന്വേഷണം ചെയ്വതെന്ന് അയച്ചിടിനാൻ. അടുത്ത ഭാഗം നാളെ.